നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ 10th ലെവൽ മെയിൻസ് പരീക്ഷ അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷയിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ വേണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്, മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. അപ്പൊ അതിന്റെ വിശദീകരണം, ട്രിക്സ് അടക്കം പറയുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 5 പ്ലസ് 4 into 5 പ്ലസ് 4 into 5 സ്ക്വയർ പ്ലസ് 4 into 5 ക്യൂബ് പ്ലസ് 4 into 5 raised to 4 പ്ലസ് 4 into 5 raised to 5 ഇതിന്റെ വാല്യൂ എന്താണ്? ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എക്സ് പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് റേസ് ടു എൻ എന്ന രൂപത്തിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചോളാം. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. എക്സ് പ്ലസ്, ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 5. അപ്പൊ 5 പ്ലസ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 4 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 4 into 5. ഓക്കെ, ഈ ഫോമിൽ തന്നെയല്ലേ ഇത് തന്നേക്കുന്നത്. പ്ലസ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 4 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് അടുത്തത് 4 into 5 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് 4 into 5 raised to n. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? എപ്പോഴും എക്സ് റേസ് ടു എൻ പ്ലസ് 1 ആയിരിക്കും എന്ന് ഓർക്കുക. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 5 റേസ് ടു എൻ പ്ലസ് 1. അപ്പൊ എൻ എന്താണ്? ഇവിടെ വന്ന് നിന്നിരിക്കുന്ന എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. എന്നിന്റെ വാല്യൂ 5, അതായത് അവസാനത്തെ പവർ ഉണ്ടല്ലോ, അതാണ് എന്നിന്റെ വാല്യൂ. ഓക്കെ, അപ്പോ 5 raised to അവസാനത്തെ പവർ എത്രയാണ്? 5 plus 1, ദാറ്റ് ഈസ് 5 raised to 6 ആണ് ഉത്തരം. 5 raised to 6 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. അപ്പോൾ ഇത്തരത്തിൽ എക്സ് പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് സ്ക്വയർ എക്സെട്രാ പ്ലസ് എക്സ് മൈനസ് 1 into എക്സ് റേസ് ടു എൻ എന്ന രൂപത്തിൽ വരുന്ന ചോദ്യങ്ങളുടെ അവസാന ഉത്തരം എപ്പോഴും എക്സ് റേസ് ടു എൻ പ്ലസ് 1 ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ 5 ആണ്, അവസാനത്തെ പവർ എൻ എത്രയാണ്? 5 ആണ്. അപ്പോൾ അതിനാൽ ഉത്തരം വരുന്നത് എങ്ങനെയാണ്? 5 raised to 5 plus 1, that is 5 raised to 6. സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം എളുപ്പമാണ്. ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോ ക്ലോക്കിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സമയത്തെ 11:60 അല്ലെങ്കിൽ 23:60, 11:60 നിന്നും കുറയ്ക്കുക അല്ലെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക. അപ്പൊ ഇത് ഏതാണെന്ന് എങ്ങനെ ചൂസ് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന സമയം നോക്കിക്കേ, 11:15 ആണ്. അപ്പൊ ഈ 11:15 എന്ന് പറയുന്നത് 11 മണിക്കും 1 മണിക്കും 11നും 1നും ഇടയിലുള്ള സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ 23:60 നിന്ന് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ 23:60 മൈനസ് 11:15 ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 12:45 എന്ന് വരും. 12:45 ആണ് സമയം. ഓക്കെ, അപ്പോൾ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം 12:45. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, ക്ലോക്കിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാൻ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്നോ അല്ലെങ്കിൽ 23:60 നിന്നോ കുറച്ചാൽ മതിയാകും. സെറ്റാണ്. 2 ചോദ്യവും കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDCയുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ് ജൂൺ മാസം 1 ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 100 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ സീറ്റുകൾ പരിമിതം, അതും ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. അപ്പൊ സീറ്റ്സ് ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ജൂൺ 1 വരെ ഉള്ളൂ അഡ്മിഷൻ. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. വീട്ടമ്മമാരാണോ, ജോലിക്ക് പോകുന്ന ആൾക്കാരാണോ, ബിഗിനർ ആണോ, അതോ പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാരാണോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും പറ്റും. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സുമാണ്. അതുകൊണ്ട് ഈ വർഷവും അടുത്ത വർഷവും നടക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് മതിയാകും.
എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ ഷോർട്ട് കറന്റ് അഫയേഴ്സ്, മന്ത്ലി കറന്റ് അഫയേഴ്സ്, പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ് NCRT ക്ലാസുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് പോകാൻ പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ശനി ഞായറും ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ബാച്ചിൽ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. LDC ജോലി നിങ്ങൾ ഉറപ്പിക്കണം. കാരണം ഞാൻ ഒരു LDC ആണ്. അപ്പോൾ LDC പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട്. അപ്പൊ ജോലി നേടിയ ഒരാളോടൊപ്പം പഠിക്കും, നിങ്ങൾക്കും ജോലി ഉറപ്പിക്കാൻ പറ്റും. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം: 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം ആയിരിക്കും? അപ്പോ ഇവിടെ ആഴ്ചകൾ 7 ദിവസം കൂടുമ്പോൾ ആവർത്തിച്ചു വരുമല്ലോ. അപ്പൊ 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ +7 8-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും. അപ്പൊ 7 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യും? 15-ാം തീയതി ചൊവ്വാഴ്ച. ആഴ്ചകൾ ആവർത്തിച്ചു വരും. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തെ 7 കൊണ്ട് ഹരിച്ച് ബാക്കിയുള്ള ദിവസം, അതായത് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. 95-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 13 7 91 ആണ്. അപ്പൊ ശിഷ്ടം 4 വരെ. 4 ഓഡ് ഡേയ്സ്. 4 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ദിവസം ചൊവ്വാഴ്ചയല്ലേ? ഈ ചൊവ്വാഴ്ചയുടെ കൂടെ ഈ 4 ആഡ് ചെയ്താൽ മതി. ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശനിയാണ് ഉത്തരം. ഓക്കെ, ഇവിടെ ചോദ്യം മനസ്സിലായോ? 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഈ 95നെ സിംപ്ലി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ അതായിരിക്കും ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഓഡ് ഡേയ്സ് നമുക്ക് തന്നിരിക്കുന്ന ആ ഡേറ്റിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഡേയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം ആയിരിക്കും എന്ന് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? 0, 26, 124, 342, 728 ഈ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സംഖ്യകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം പെർഫെക്റ്റ് ക്യൂബിന്റെ അടുത്തുള്ള സംഖ്യയല്ലേ? ഇപ്പൊ 26 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബിന്റെ അടുത്തുള്ള സംഖ്യ. 3ന്റെ ക്യൂബ് 27. അതിന്റെ അടുത്തുള്ള സംഖ്യയിലെ 26 എന്ന് പറയുന്നത്. 124 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബ്. 5ന്റെ ക്യൂബ് എത്രയാണ്? 5ന്റെ ക്യൂബ് 125. അപ്പൊ അതിന്റെ അടുത്തുള്ള സംഖ്യയിലെ 124. അടുത്തത് 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343. അതിന്റെ അടുത്തുള്ള സംഖ്യയിലെ 342. അപ്പൊ ഇവിടെ എന്താണ് പാറ്റേൺ ഫോളോ ചെയ്തേക്കുന്നത്? 1 ക്യൂബ് -1, 3 ക്യൂബ് -1, 5 ക്യൂബ് -1, 7 ക്യൂബ് -1. അടുത്തത് ഇവിടെ 9 ക്യൂബ് -1. അതായത് ഒറ്റ സംഖ്യകളുടെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴുള്ള പാറ്റേൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 ക്യൂബ് 1 ആണ്, 1 - 1 0. 3 ക്യൂബ് 27 ആണ്, 27 - 1 26. 5 ക്യൂബ് 125 -1 124. അങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പൊ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 1 3 5 7 9. അടുത്ത ഒറ്റ സംഖ്യ 13. 13 ക്യൂബ് -1. 13ന്റെ ക്യൂബ് എത്രയാണ്? 13ന്റെ ക്യൂബ് എത്ര? 1331. -1 എന്ന് പറയുമ്പോൾ 1330 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം: ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുന്നിൽ നിന്നും 10-മതും വിനു പിന്നിൽ നിന്നും 34-മതുമാണ്. അവരുടെ ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. മുന്നിൽ നിന്നുള്ള സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും തമ്മിൽ കൂട്ടണം. മുന്നിൽ നിന്നുള്ള സ്ഥാനം എത്രാമതാണ്? 10-മതാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രാമതാണ്? 34-മതാണ്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 44 കിട്ടും. ഈ തുക ആകെ കുട്ടികൾ, അതായത് ആകെ കുട്ടികൾ എത്രയാണ്? 50 കുട്ടികളാണല്ലേ ഉള്ളത്. ആകെ എത്ര കുട്ടികളാണുള്ളത്? 50 കുട്ടികൾ. അപ്പൊ ഈ കൂട്ടി കിട്ടുന്ന തുകയുണ്ടല്ലോ, ആകെ കുട്ടികളെക്കാൾ കുറവായതുകൊണ്ട് ഇടയിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആകെ കുട്ടികൾ മൈനസ് ഈ സ്ഥാനങ്ങളുടെ തുക ചെയ്താൽ മതി. ആകെ കുട്ടികൾ 50 - 44. 6 കുട്ടികളാണ് അവരുടെ ഇടയിലുള്ളത്. എളുപ്പമല്ലേ? ഇതാണ് ഷോർട്ട് കട്ട്. മുന്നിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം. അപ്പൊ അതിനോട് കൂടെ കൂട്ടി കിട്ടുന്ന തുകയുണ്ടല്ലോ, ഈ തുക എന്ന് പറയുന്നത് ആകെ കുട്ടികൾ മൈനസ് ഈ സ്ഥാനങ്ങളുടെ തുക വെച്ച് ചെയ്താൽ മതി. 50 - 44 6. ഇത് എപ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത്?
ഈ കിട്ടുന്ന തുകയുണ്ടല്ലോ അത് ആകെ കുട്ടികളുടെ തുകയേക്കാൾ കുറവാകുമ്പോൾ നമുക്ക് സിംപ്ലി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കരുത്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്തു തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്തു തീർക്കുന്നതിന് എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ ഇവിടെ എയും ബിയും A+B അവർ ഒരുമിച്ച് 30 ദിവസം കൊണ്ട് ചെയ്യും എന്ന് പറയുന്നു. പിന്നെ തന്നിരിക്കുന്നത് എഫിഷ്യൻസി അല്ലേ. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. അതായത് ബി ഒരു ദിവസം 1 യൂണിറ്റ് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ 3 മടങ്ങ് എക്ക് ചെയ്യാൻ പറ്റും. എ 3 യൂണിറ്റ് ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്. അപ്പൊ A:B എയുടെയും ബിയുടെയും ജോലികളുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 3:1. എ ഒരു ജോലി ചെയ്താൽ ബി ഒരു ജോലി ചെയ്താൽ എ എത്ര? 3 ജോലി ചെയ്യും. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ 4 യൂണിറ്റ് ജോലി അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് 30 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോ ആകെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ ഒരു ദിവസം 4 യൂണിറ്റ് വർക്ക് ചെയ്യും. രണ്ടുപേരും കൂടി 30 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ ആകെ ജോലി എന്ന് പറയുന്നത് 4 × 30 ആയിരിക്കും. 120 യൂണിറ്റ് ആയിരിക്കും ആകെ ജോലി. ഓക്കെ, 120 യൂണിറ്റ് ആയിരിക്കും ആകെ ജോലി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ തനിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? എയുടെ എഫിഷ്യൻസി എത്രയാണ്? എക്ക് ഒരു ദിവസം 3 യൂണിറ്റ് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ 120 യൂണിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ 120/3 ദാറ്റ് ഈസ് 40 ഡേയ്സ് കൊണ്ടായിരിക്കും എ ചെയ്ത് തീർക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിംപ്ലി ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് A+B 30 ആണെന്ന് തന്നിട്ടുണ്ട്. എയും ബിയും കൂടെ ഒരുമിച്ച് 30 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ബിക്ക് ഒരു ദിവസം 1 യൂണിറ്റും എക്ക് ഒരു ദിവസം 3 യൂണിറ്റും ജോലി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ദിവസം എത്ര യൂണിറ്റ് ജോലി ചെയ്യും? 4 യൂണിറ്റ്. ആകെ ജോലി എത്രയാണ്? 4 × 30 ആണ്. ദാറ്റ് ഈസ് അപ്പൊ എ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 120 യൂണിറ്റ് ചെയ്യാൻ 120/3 40 ദിവസം എടുക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഒരു സമചതുരത്തിന്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആയാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഓർത്തിരിക്കുക. ചോദ്യം മനസ്സിലായോ? ഒരു സമചതുരത്തിന്റെ വികർണം, സമചതുരം എന്നാൽ സ്ക്വയർ, അതിന്റെ വികർണം എന്നാൽ ഡയഗണൽ. ആ വികർണം വശമായി വരയ്ക്കുന്ന ഒരു സമചതുരം, അതാണ് ഈ ഒരു പുതിയ സമചതുരം. അതിന്റെ വികർണം വശമായി വരയ്ക്കുന്ന ഈ ഒരു സമചതുരത്തിന്റെ വിസ്തീർണം, അതായത് ഇതിന്റെ ഏരിയയാണ് എത്രയും തന്നിരിക്കുന്നത്? 1352 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ സമചതുരം ഉണ്ടല്ലോ ഇത്, അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഈ എയുടെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഷോർട്ട് കട്ട്, ഒരു സമചതുരത്തിന്റെ വികർണത്തിനുമേൽ, ഡയഗണലിനുമേൽ വരയ്ക്കുന്ന പുതിയ സമചതുരത്തിന്റെ വിസ്തീർണം എപ്പോഴും ആദ്യത്തെ സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ ഇരട്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ പുതിയ സ്ക്വയറിന്റെ ഏരിയ ഉണ്ടല്ലോ, ഈ പഴയ സ്ക്വയറിന്റെ ഏരിയയുടെ ഡബിൾ ആയിരിക്കും, 2 ടൈംസ് ആയിരിക്കും. ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയായിരുന്നോ? ഒരു സമചതുരത്തിന്റെ വികർണത്തിന് മേൽ വരയ്ക്കുന്ന പുതിയ സമചതുരത്തിന്റെ വിസ്തീർണം എപ്പോഴും ആദ്യ സമചതുരത്തിന്റെ വികർണത്തിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ആദ്യ സമചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയല്ലേ. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ആയിരിക്കും. 1352 / 2 ദാറ്റ് ഈസ് 676 ആണ് ഈ ആദ്യത്തെ സമചതുരത്തിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡ് എ ആണെങ്കിൽ A². അപ്പൊ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് നമ്മൾ എ എന്നല്ലേ എടുത്തത്. അപ്പൊ A² ആണ് 676. അപ്പൊ എയുടെ വാല്യൂ എന്താ? √676 ദാറ്റ് ഈസ് 26. √676 ദാറ്റ് ഈസ് 26 ആണ് ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു സൈഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് വേണം ഈ ഒരു ചോദ്യം ചെയ്യാൻ? ഒരു 30 സെക്കൻഡ് പോരെ? ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞു വെക്കേണ്ട റിലേഷൻ എന്താണ്? ഒരു സമചതുരത്തിന്റെ വികരണത്തിനു മേൽ വരയ്ക്കുന്ന പുതിയ സമചതുരത്തിന്റെ വിസ്തീർണം എപ്പോഴും ആദ്യ സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ ഇരട്ടി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെയും ചെയ്യാം കേട്ടോ, കുറച്ച് സമയം എടുക്കും. ഇത് ഷോർട്ട് കട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം.
അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്നും ജയിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ചോദ്യം വളരെ ലളിതമായിട്ടാണ് കൊടുത്തേക്കുന്നത്. എത്ര സെക്കൻഡ് മുന്നിൽ നിന്നും ജയിക്കും എന്ന് ചോദിച്ചാൽ അവരുടെ ടൈം ഡിഫറൻസ് അല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്. ടൈം ഡിഫറൻസ് എ ഓടിയെത്താൻ 45 സെക്കൻഡ്, ബി ഓടിയെത്താൻ 50 സെക്കൻഡ്. അവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ചോദിച്ചേക്കുന്നത്. 5 സെക്കൻഡ് ആണ് ഉത്തരം, അത്രയേ ഉള്ളൂ. അതായത് എ ലക്ഷ്യസ്ഥാനത്ത് എത്തി 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആരെത്തുന്നത്, ബി എത്തുന്നത്. അപ്പൊ എ ബിയെ എത്ര സെക്കൻഡിന് തോപ്പിച്ചു, 5 സെക്കൻഡിന് തോപ്പിച്ചു. അത്രയേ ഉള്ളൂ. വല്ലം ചെയ്യാനുണ്ടോ? ചോദ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മള് സ്പീഡ് കണ്ടുപിടിക്കും, പിന്നെ വേറെ എങ്ങോട്ടൊക്കെയോ പോകും. അപ്പൊ നിങ്ങൾ ചോദ്യം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. 200 മീറ്റർ ഓട്ട മത്സരം വെക്കുവാണ്. എ 45 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു, ബി 50 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. അപ്പൊ ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം മുന്നെയാണ് എ എത്തിച്ചേർന്നത്, അതാണ്. അതായത് ഇവരുടെ ടൈം ഡിഫറൻസ് 50 - 45 5, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചുവെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? നിങ്ങൾ എളുപ്പത്തില് 1/3 × 100 എന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ആകെയുള്ള പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? 4 അല്ലേ? അതായത് സൗജന്യമായിട്ട് ഒരെണ്ണം കിട്ടി, ടോട്ടൽ 4 × 100. ഇങ്ങനെ വേണം ചെയ്യാൻ. 1/3 × 100 അല്ല, 1/4 × 100 വേണം ചെയ്യാൻ. എത്രയാണ്? 25% ഡിസ്കൗണ്ട്, 25%. അപ്പോ സൗജന്യമായി കിട്ടിയ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ ബുക്സിന്റെ നമ്പർ × 100 ചെയ്താൽ മതി. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 10 ക്യൂബ് - 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 10² + 70 + 7². ഇതിന്റെ വാല്യൂ എന്താണ്? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? a ക്യൂബ് - b ക്യൂബ് ഈസ് ഈക്വൽ ടു a - b × a² + ab + b². ഇതാണ് ഇക്വേഷൻ. a ക്യൂബ് - b ക്യൂബ് ഈക്വൽ ടു a - b × a² + ab + b². അപ്പോ a ക്യൂബ് - b ക്യൂബ് ഈ a² + ab + b² ഞാൻ ലെഫ്റ്റിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും? ഡിവിഷൻ ആവത്തില്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ a² + ab + b² എത്രയാണ്? a - b അല്ലേ? ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ട് എന്തുണ്ട്? a - b. അപ്പൊ a - b ആണ് ഇതിന്റെ ഉത്തരം. ഇതും ആ ഫോമിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. a ക്യൂബ് - b ക്യൂബ് ഡിവൈഡഡ് ബൈ a² + ab + b². വാല്യൂ എന്താ? a - b. a യുടെ വാല്യൂ 10, b യുടെ വാല്യൂ 7, a - b എന്ന് പറയുമ്പോൾ 3 ആണ് ഉത്തരം. ഓക്കെ, സിംപ്ലി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ A10 B10 അങ്ങനെയൊക്കെ വെച്ച് വാല്യൂ ഒക്കെ വെച്ച് ചെയ്യാം. അത്രയ്ക്കൊന്നും പോണ്ട. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐഡന്റിറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ a - b ആണ് എന്റെ ഉത്തരം. 10 - 7 3. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച 10 മാത്സ് ആൻഡ് മെന്റലിറ്റി. വളരെ എളുപ്പമാണ്. മാത്സിന്റെ വർക്കൗട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയാം, നമുക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ ഹർഷിത് എജുടെക് ആപ്പിലെ LDC കോഴ്സിലൊക്കെ PYQം എല്ലാം നിങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.